നമ്മുടെ ഗിയർലെസ് ടൂ വീലർ ഏതു തന്നെയായാലും വണ്ടിയുടെ ഉപയോഗം കൂടുന്തോറും പിക്കപ്പ് അഥവാ പുള്ളിങ് കുറഞ്ഞു വരുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അനുഭവമുള്ള ഒരു കാര്യമാണല്ലോ. പിക്കപ്പ് കുറഞ്ഞു വരുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. പിക്കപ്പ് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ള മെത്തേഡിലൊരു കാര്യമായ ക്ലച്ച് ഷൂ എങ്ങനെ മാറ്റിയിടാമെന്നുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ക്ലച്ച് ഷൂ മാറ്റിയിടാനായി ക്ലച്ച് ബോക്സ് കവറിങ് നമുക്ക് ഊരി മാറ്റേണ്ടതുണ്ട്. ക്ലച്ച് കവർ അഥവാ ക്ലച്ച് ബോക്സ് കവറിങ് എങ്ങനെ ഊരി മാറ്റാമെന്നുള്ള വീഡിയോ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് അവൈലബിൾ ആണ്. ക്ലച്ച് ഷൂ അസംബ്ലി ഇതുപോലെ കറങ്ങുന്നത് കൊണ്ട് നമുക്കിത് ഊരിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഒരു ക്ലച്ച് ഹോൾഡർ ടൂൾ ഇതുപോലെ ഒരു എക്സ്റ്റൻഷനുമായിട്ട് ഉപയോഗിച്ച് ഊരിയെടുക്കാവുന്നതാണ്. എക്സ്റ്റൻഷനായി ഉപയോഗിച്ചിരിക്കുന്ന പൈപ്പിൻ്റെ ഒരു അഗ്രഭാഗം സെൻട്രൽ സ്റ്റാൻഡിൽ ഇതുപോലെ ലോക്ക് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. ഒരു 19 മില്ലിമീറ്റർ ഹെക്സ് സോക്കറ്റും അതിൻ്റെ എക്സ്റ്റൻഷനും സ്ലൈഡിംഗ് ടീം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഊരിയെടുക്കാൻ എളുപ്പമായി. ഇതൊന്നുമില്ലെങ്കിലും ഒരു 19 മില്ലിമീറ്റർ റിംഗ് സ്പാനർ ഉണ്ടെങ്കിലും നമുക്ക് ഇത് ഊരിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ക്ലച്ച് ആക്സിൽ നട്ട് കൈകൊണ്ട് ഊരി മാറ്റാം. ആക്സിൽ നട്ടിന് പിന്നാലെ ഒരു വാഷറും ഉണ്ടാവും. അതിനുശേഷം ക്ലച്ച് ഹൗസിങ്ങും. ഇനി നമുക്ക് ക്ലച്ച് ഷൂ മൊഡ്യൂൾ ഊരി മാറ്റിയതിന് ശേഷം ബെൽറ്റിൽ നിന്നും വേർപെടുത്തിയെടുക്കാം. ഈ വണ്ടിയുടെ 3 ക്ലച്ച് ഷൂകളും നന്നായി ഉരഞ്ഞ് തേഞ്ഞതാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ്. ഇനി നമുക്ക് ക്ലച്ച് ഷൂ ഡിസസംബ്ലി ചെയ്യാം. ക്ലച്ച് നട്ട് അഴിക്കാനായി പ്രത്യേക ടൂൾ വേണമെന്നില്ല. ഒരു സ്ക്രൂ ഡ്രൈവറും ചുറ്റുകയും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നമുക്ക് വളരെ ഈസിയായി ചെയ്യാവുന്നതാണ്. ക്ലച്ച് ഷൂ മൊഡ്യൂൾ സ്പ്രിംഗ് ലോഡഡ് ആയതുകൊണ്ട് ഒരു മുൻകരുതലായി ഷൂസ് ധരിച്ച് ചെയ്യുന്നതായിരിക്കും അഭികാമ്യം. ഇനി നമുക്ക് ക്ലച്ചിൻ്റെ ഈ ലോക്ക് പ്ലേറ്റ് ഊരി മാറ്റാം. അതിനായി നമുക്ക് ഈ കാണുന്ന 3 ലോക്ക് ക്ലിപ്പുകൾ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇതുപോലെ ഊരി മാറ്റേണ്ടതുണ്ട്. അതീവ ജാഗ്രതയോടുകൂടി വേണം ഈ 3 ലോക്ക് ക്ലിപ്പുകളും ഊരി മാറ്റേണ്ടത്. അല്ലാത്ത പക്ഷം ലോക്ക് ക്ലിപ്പ് തെറിച്ചു പോയി നഷ്ടപ്പെടാൻ സാധ്യതയേറെയാണ്. ഈ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്ക് 3 ലോക്ക് ക്ലിപ്പുകളും ഇതുപോലെ തന്നെ ഊരി മാറ്റാവുന്നതാണ്. സാധാരണഗതിയിൽ ഈ ലോക്ക് പ്ലേറ്റ് നമുക്ക് സിമ്പിളായി ഊരിയെടുക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഊരിയെടുക്കാൻ എന്തെങ്കിലും പ്രയാസം അനുഭവപ്പെടുകയാണെങ്കിൽ ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്ക് ഇളക്കി മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഈ കാണുന്ന 3 സ്പ്രിങ്ങുകളും ഒരു നോസ് പ്ലെയർ ഉപയോഗിച്ച് ഇതുപോലെ വലിച്ചൂരി മാറ്റാം. സ്പ്രിങ്ങിൻ്റെ ഒരു ഭാഗം റിലീസായി കഴിഞ്ഞാൽ നമുക്ക് ഈ 3 സ്പ്രിങ്ങുകളും വളരെ എളുപ്പത്തിൽ ഇതുപോലെ ഊരി മാറ്റാവുന്നതാണ്. സാധാരണയായി 3 ക്ലച്ച് ഷൂകളും നമുക്ക് വളരെ എളുപ്പത്തിൽ ഊരി മാറ്റാവുന്നതാണ്. ഇനി എങ്ങാനും ഊരിയെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ ഒരു ഹാമർ ഉപയോഗിച്ച് ഇപ്രകാരം ലഘുവായി തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 ക്ലച്ച് ഷൂകളും സിമ്പിളായി ഊരിയെടുക്കാം. ഇനി ഒരല്പം ലൂബ്രിക്കേഷനായി WD-40 അപ്ലൈ ചെയ്താലും നമുക്ക് നിഷ്പ്രയാസം ഈ 3 ക്ലച്ച് ഷൂകളും ഊരിയെടുക്കാവുന്നതാണ്. ഒരു ബോൾ പിൻ ഹാമർ ഉപയോഗിച്ച് ക്ലച്ച് ഷൂവിൻ്റെ ഇരുവശങ്ങളിലും ഇതുപോലെ മൃദുവായി തട്ടിക്കൊടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് ക്ലച്ച് ഷൂ 3ഉം ഇതുപോലെ ഊരിയെടുക്കാവുന്നതാണ്. ഹോണ്ടയുടെ OE അഥവാ ഒറിജിനൽ എക്യുപ്മെൻറ്റ് ആയ ക്ലച്ച് ഷൂ ആണിത്. 1170 രൂപയാണ് ഇതിന് വില വരുന്നത്. ഇനി നമുക്ക് പുതിയ ക്ലച്ച് ഷൂവും പഴയ ക്ലച്ച് ഷൂവുമായി ഒരു കമ്പാരിസൺ ആവാം. പഴയ ക്ലച്ച് ഷൂ നന്നായി ഉരഞ്ഞു തേഞ്ഞതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ.
ക്ലച്ച് ഷൂകൾ ഊരിയെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ നമ്മൾ ഹാമർ ഉപയോഗിച്ച് മൃദുവായി തട്ടിക്കെടുത്തപ്പോൾ തെറിച്ചുപോയ ഈ 3 റബ്ബർ ബുഷുകൾ നമുക്ക് ഈ 3 സ്ഥലങ്ങളിലും ഇട്ട് കൊടുക്കാം. ക്ലച്ച് ഷൂ ലോഡ് ചെയ്ത് വയ്ക്കുന്ന 3 സ്പ്രിങ്ങുകളും മുകളിൽ വരുന്ന രീതിയിൽ നമുക്ക് 3 ക്ലച്ച് ഷൂകളും ഇതുപോലെ ഇട്ട് കൊടുക്കാം. ക്ലച്ച് ഷൂ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ബോൾ പിൻ ഹാമർ ഉപയോഗിച്ച് മൃദുവായി തട്ടിക്കൊടുക്കാവുന്നതാണ്. ഇതുപോലെ 3 ക്ലച്ച് ഷൂ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം 3 ക്ലച്ച് ഷൂകളും നമുക്ക് ഇതുപോലെ തട്ടി അലൈൻ ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് 3 ക്ലച്ച് ഷൂ സ്പ്രിങ്ങുകളും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 3 ക്ലച്ച് ഷൂ സ്പ്രിങ്ങുകളും ഇൻസ്റ്റാൾ ചെയ്യാം. ക്ലച്ച് ഷൂ സ്പ്രിങ്ങിൻ്റെ നീളം കൂടുതലുള്ള ഭാഗം ഇടത് ഭാഗത്തും നീളം കുറഞ്ഞ ഭാഗം വലതു ഭാഗത്തും വരുന്ന രീതിയിൽ വേണം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഒരു നോസ് പ്ലെയർ ഉണ്ടെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം 3 സ്പ്രിങ്ങുകൾ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. മൂന്ന് സ്പ്രിങ്ങുകൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ക്ലച്ച് ലോക്ക് പ്ലേറ്റ് ഇതുപോലെ തിരികെ കണക്ട് ചെയ്യാം. നോസ് പ്ലെയർ ഉപയോഗിച്ച് 3 ലോക്ക് ക്ലിപ്പുകളും ഇപ്രകാരം ഇട്ടുകൊടുക്കലാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. മൂന്ന് ലോക്ക് ക്ലിപ്പുകളും തിരികെ ഇട്ട് കൊടുക്കുമ്പോൾ തെറിച്ചു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ക്ലച്ച് ഷൂ മൊഡ്യൂളിനെ തിരികെ ക്ലച്ച് പുള്ളി അസംബ്ലിയിലേക്ക് കണക്ട് ചെയ്ത് വയ്ക്കാം. ക്ലച്ച് നട്ട് തിരികെ ടൈറ്റ് ചെയ്യുമ്പോൾ സ്പ്രിംഗ് ലോഡഡ് ആയതുകൊണ്ട് ഒരു മുൻകരുതലായി ഷൂസ് ധരിച്ച് ചെയ്യുന്നതായിരിക്കും അഭികാമ്യം. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവറും ഹാമറും ഉണ്ടെങ്കിൽ നമുക്ക് ക്ലച്ച് നട്ട് തിരികെ നന്നായി ടൈറ്റ് ചെയ്യാവുന്നതാണ്. ക്ലച്ച് അസംബ്ലി തിരികെ ഇടുന്നതിന് മുമ്പായി നമുക്ക് ക്ലച്ച് കേസ് നന്നായി തുടച്ചു വൃത്തിയാക്കുന്നത് നന്നായിരിക്കും. ക്ലീനിങ് ഏജൻറ്റായി പെട്രോളോ ഡീസലോ ഉപയോഗിച്ചാൽ കാര്യങ്ങൾ വളരെ എളുപ്പമായി. ക്ലച്ച് അസംബ്ലി ഗിയർ ഷാഫ്റ്റിലേക്ക് തിരികെ ഇടുമ്പോൾ ഡ്രൈവ് ബെൽറ്റ് ഇപ്രകാരം ക്ലച്ച് പുള്ളിയുടെ ഇടയിലേക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു സ്പാനർ ഉപയോഗിച്ച് ഇപ്രകാരം നന്നായി തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം എളുപ്പമാകാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ക്ലച്ച് ഹൗസിംഗ് ഗിയർ ഷാഫ്റ്റിലേക്ക് തിരികെ ഇട്ട് കൊടുക്കാം. ക്ലച്ച് ഹൗസിങ്ങിന് പിന്നാലെ ഒരു പ്ലെയിൻ വാഷറും ഒരു 19 മില്ലിമീറ്റർ ക്ലച്ച് നട്ടും ഉണ്ടാവും. ആക്സിൽ നട്ട് കൈകൊണ്ട് നന്നായി ടൈറ്റ് ചെയ്തതിന് ശേഷം മുൻപ് സൂചിപ്പിച്ചതുപോലെ ക്ലച്ച് ഹോൾഡർ ടൂൾ ഇപ്രകാരം വെച്ചതിന് ശേഷം നമുക്ക് ഒരു 19 മില്ലിമീറ്റർ സോക്കറ്റും എക്സ്റ്റൻഷനും സ്ലൈഡിംഗ് ടീമും ഉപയോഗിച്ച് നമുക്ക് ആക്സിൽ നട്ട് നന്നായി ടൈറ്റ് ചെയ്യാം. നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ 19 മില്ലിമീറ്റർ റിംഗ് സ്പാനർ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. ക്ലച്ച് കവർ തിരികെ ഇട്ടതിന് ശേഷം നമുക്ക് 8 ബോൾട്ടുകളും തിരികെ ഇട്ട് കൊടുക്കാം. ഇതാണ് ഏറ്റവും നീളം കൂടുതലുള്ള ബോൾട്ട്. ഇവിടെയാണ് അത് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് 7 ബോൾട്ടുകളും ഇനി കാണിക്കാൻ പോകുന്ന യഥാസ്ഥാനങ്ങളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 8 മില്ലിമീറ്റർ ടീ സ്പാനർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ 7 ബോൾട്ടുകളെ നന്നായി ടൈറ്റ് ചെയ്യാം. താഴെ വരുന്ന ഈ 2 ബോൾട്ടുകളിലാണ് ബ്രേക്ക് കേബിളിൻ്റെ സപ്പോർട്ടിംഗ് ക്ലാമ്പ് വരുന്നത്. ക്ലച്ച് കവറിങ്ങും എയർ ടൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളും ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ഓപ്പോസിറ്റായി വരുന്ന ഭാഗങ്ങൾ മാറി മാറി ടൈറ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. ഇതുപോലെ നമുക്ക് 8 ബോൾട്ടുകളും ഓപ്പോസിറ്റ് ഭാഗങ്ങളിൽ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഫുട് റെസ്റ്റ് കവറിങ്
ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം 2 സ്ക്രൂകളും തിരികെയിട്ട് ഇനി നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ 2 വീലറിൻ്റെ പിക്കപ്പ് പ്രോബ്ലത്തിന് മറ്റൊരു സൊല്യൂഷനായ ഡ്രൈവ് ബെൽറ്റ് എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നുള്ള വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. താങ്ക്